Hi all, this is Abhay from Propwise. 2024-ൽ CUET PG, IIT JAM, TISNET മുതലായ PG എൻട്രൻസ് എക്സാം ടാർഗറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കായി Propwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, വീണ്ടും നമുക്കൊരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതിലെല്ലാം ലസാറസ്, കനോൺബാർഡ്, ജെയിംസ് ലാങ്, ഷാറ്റർ സിംഗർ ഇവരെല്ലാം ഏതിന്റെ തിയറീസ് പറഞ്ഞവരാണ്? ഇമോഷൻസിന്റെ തിയറീസ് പറഞ്ഞവരാണ് അല്ലെ. ഒരേ മാച്ച് ദ ഫോളോയിങ് അധികവും അങ്ങനെയാണ് ഉണ്ടാവുക. ഒന്നില്ലെങ്കിൽ സെയിം ഇന്റലിജൻസ് ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ എല്ലാം ടെസ്റ്റിംഗ് ബേസ് ചെയ്തിട്ട്. കാരണം ഇത് കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡിഫറെന്റ് ആസ്പെക്ട്സിൽ നിന്ന്, ഒരാളെ ഇന്റലിജൻസിൽ നിന്നും ഒരാളെ ഇമോഷനിൽ നിന്നും അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് നല്ല ഈസിയാണ്. ഒരേ ഒറ്റ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരാകുമ്പോൾ നമുക്ക് കൂടുതൽ കൺഫ്യൂസിങ് ആയിരിക്കും. സോ ലസാറസിന്റെ ഓക്കെ, ബിഫോർ ദാറ്റ് നമുക്ക് ആൻസർ നോക്കാം. ഓക്കെ, ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ബാക്ക് ടു ദ ടേബിൾ. ലസാറസിന്റെ എന്താണ് പറയുന്നത്? ലസാറസിന്റെ തിയറി കോഗ്നിറ്റീവ് അറൗസൽ ഈവൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഫിസിയോളജിക്കൽ അറൗസൽ. നമ്മുടെ ഇമോഷൻസിനെ തീരുമാനിക്കുന്നത് നമ്മുടെ കോഗ്നിറ്റീവ് അറൗസൽ ആണ്, ഫിസിയോളജിക്കൽ അറൗസൽ ഇല്ലെങ്കിൽ പോലും. നെക്സ്റ്റ് ഇസ് കനോൺബാർഡ്. കനോൺബാർഡ് തിയറി പറയുന്നത് എന്താണ്? നമ്മുടെ ഫിസിയോളജിക്കൽ അറൗസൽ ആൻഡ് ഇമോഷണൽ എക്സ്പീരിയൻസ് ഒരുമിച്ചാണ് സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. ഒരു occurs simultaneously. Then coming to James Lange theory, എന്താ പറയുന്നത്? Experience of emotion results from physiological changes. James Lange ഇവിടെ see list 2 number 2. Experience of emotion results from physiological changes produced by specific sensation. നമ്മുടെ ഇമോഷൻസിന് കാരണമാവുന്നത് നമ്മളുടെ ഫിസിയോളജിക്കൽ ചേഞ്ചസിൽ നിന്ന് നമ്മൾക്ക് ഉണ്ടാവുന്നതാണ് നമ്മുടെ ഇമോഷണൽ ഫീലിംഗിന് കാരണമാവുന്നത് എന്നാണ് പറയുന്നത്. കമ്മിങ് ടു ഷാറ്റർ സിംഗർ, എന്താണ്? ഇമോഷൻസ് ആർ സെയിം. ഡി ഇസ് കോൺഗ്രുവന്റ് വിത്ത് 4. ലിസ്റ്റ് 2 നമ്പർ 4 ആണ് കേട്ടോ. ഇമോഷൻസ് ആർ ജോയിന്റ്ലി ഡിറ്റർമൈൻഡ് ബൈ നോൺ സ്പെസിഫിക് ഫിസിയോളജിക്കൽ അറൗസൽ ആൻഡ് ഇറ്റ്സ് ഇന്റർപ്രിറ്റേഷൻ. നമ്മുടെ ഫിസിയോളജിക്കൽ അറൗസലും അത് നമ്മളുടെ ബ്രെയിൻ എങ്ങനെ, അല്ലെങ്കിൽ അതിന്റെ കോഗ്നിറ്റീവ് ഇന്റർപ്രിറ്റേഷൻ എന്താണ് എന്ന് ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഇമോഷൻ ഫോം ചെയ്യുന്നത് എന്നാണ് ഷാറ്റർ സിംഗർ പറയുന്നത്. കണ്ട, എല്ലാത്തിലും ഫിസിയോളജിക്കൽ അറൗസലും കോഗ്നിറ്റീവ് അറൗസലും പറയാണ്, പക്ഷെ ചെറിയ ചെറിയ ഡിഫറൻസ്. ഒരെണ്ണത്തിൽ ആബ്സെൻസ് ആണ്, ഒരെണ്ണത്തിലെ രണ്ടും ഒരുമിച്ചാണ്, ഒരെണ്ണത്തിൽ ഒന്നിന് ശേഷമാണ് മറ്റേത്. സോ ചെറിയ മൈന്യൂട്ട് ഡിഫറൻസ് ആണ്. സോ ബി തറോ വിത്ത് ഓൾ ദ തിയറീസ്. ഓക്കെ, ജസ്റ്റ് വീണ്ടും ഹാവ് എ ലുക്ക്. ലസാറസിന്റെ കോഗ്നിറ്റീവ് അപ്രൈസൽ തിയറി എന്നാണ് ലസാറസിന്റെ തിയറിയുടെ പേര് തന്നെ. സോ അത്ര ഓർത്താൽ മതി. ഫിസിയോളജിക്കൽ അറൗസലിനല്ല, കോഗ്നിറ്റീവ് അറൗസലിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കനോൺബാർഡ് പറയുന്നത് രണ്ടും ഒരുമിച്ചാണ്. ജെയിംസ് ലാങ് പറയുന്നത് ഫിസിയോളജിക്കൽ ചേഞ്ചസ് ആണ് നമ്മൾ സ്പെസിഫിക് ഇമോഷൻസ് ഉണ്ടാക്കുന്നത്. ഷാറ്റർ സിംഗർ പറയുന്നത് എന്താണ്? ഇമോഷൻസ് രണ്ടും കൂടെ ആദ്യം നമ്മൾക്കൊരു ഫിസിയോളജിക്കൽ അറൗസൽ ഉണ്ടായിട്ട് അതിനെ നമ്മൾ എങ്ങനെയാണ് ഇന്റർപ്രിറ്റ് ചെയ്യുന്നത്, അതാണ് ഇമോഷൻസിന് കാരണമാവുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റൻ ഇസ് give the correct sequence of stages of sleep from stage 1 to stage 4 with reference to the nature of brain waves. Okay, നമുക്ക് സ്ലീപ്പിന് ഡിഫറെന്റ് സ്റ്റേജസ് ഉണ്ട് അല്ലെ. നമ്മൾ REM സ്ലീപ്പ്, നോൺ REM എന്നൊക്കെ പറഞ്ഞ സ്റ്റേജ് 1, സ്റ്റേജ് 2, ആൽഫ, ബീറ്റ വേവ്സ്, അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സോ ഇവിടെ എന്തിന്റെ ബേസിലാണ്? നമ്മുടെ ബ്രെയിൻ വേവ്സ്, ഡിഫറെന്റ് ബ്രെയിൻ വേവ്സ് ഉണ്ട്. സോ ആ ബ്രെയിൻ വേവ്സ് സ്റ്റേജ് 1 ഏതാണ്, സ്റ്റേജ് 2 ഏതാണ്, സ്റ്റേജ് 3 ഏതാണ്, 4 ഏതാണ്, അത് ആ ബ്രെയിൻ വേവ്സിന്റെ അടിസ്ഥാനത്തിൽ സീക്വൻസ് ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ദ കറക്റ്റ് ആൻസർ ഇസ് DABC. ദാറ്റ് ഇസ് ഫസ്റ്റ് സ്റ്റേജിൽ ഉണ്ടാവുക റിലേറ്റീവ്ലി റാപ്പിഡ് ആൻഡ് സ്ലോ ആംപ്ലിറ്റ്യൂഡ്. പിന്നെ അത് സ്ലീപ്പ് സ്പിൻഡിൽസ് ആവും. ഫ്രം ദാറ്റ് സ്റ്റേജ് 3 സ്ലോവർ വേവ്സ് വിത്ത് ഹയർ പീക്സ് ആൻഡ് ലോവർ വാലീസ് ആവും. ആൻഡ് കമ്മിങ് ടു ദ ലാസ്റ്റ് സ്റ്റേജ് സ്ലോവർ ആൻഡ് മോർ റെഗുലർ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ഒരു ബ്രെയിൻ വേവ്സ് നമ്മുടെ ഈച്ച് സ്റ്റേജിൽ വരുന്ന ഡിഫറൻസ്. Coming to next question, which of the following diagnostic test is based on the concept of functional systems? ഇവിടെ 4 ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. റോഷാക്ക് ഇംഗ്ബ്ലോട്ട് ടെസ്റ്റ്, ലൂറിയ-നെബ്രാസ്ക ന്യൂറോ സൈക്കോളജിക്കൽ ബാറ്ററി, ഹാൽസ്റ്റഡ്-റീറ്റാൻ ന്യൂറോ സൈക്കോളജിക്കൽ ബാറ്ററി, തിമാറ്റിക് പെർസെപ്ഷൻ ടെസ്റ്റ്. റോഷാക്കും തിമാറ്റിക്കും TAT നമ്മൾ എല്ലാവരും കേട്ട് കാണും. രണ്ടും നമ്മൾ പേഴ്സണാലിറ്റി അസസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പ്രൊജക്റ്റീവ് ടെസ്റ്റുകളാണ്. ആൻഡ് ലൂറിയ-നെബ്രാസ്ക ആൻഡ് ഹാൽസ്റ്റഡ്-റീറ്റാൻ രണ്ട് ന്യൂറോ സൈക്കോളജിക്കൽ ബാറ്ററീസ് ആണ്. സോ ഇതിൽ ഏതാണ് ഫങ്ഷണൽ സിസ്റ്റം ബേസ് ചെയ്തിട്ടുള്ളത്? ഇപ്പൊ ഏതൊരു ടെസ്റ്റ് ആയാലും ഏതെങ്കിലും ഒരു തിയറി അല്ലെങ്കിൽ ഒരു അപ്രോച്ച് അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിന്റെ പ്രിൻസിപ്പിളിലായിരിക്കും ബിൽഡപ്പ് ചെയ്തിട്ടുണ്ടാവുക. ഇവിടെ ഫങ്ഷണൽ സിസ്റ്റത്തിന്റെ കോൺസെപ്റ്റിൽ ബിൽഡ് ചെയ്തിരിക്കുന്ന ടെസ്റ്റ് ഏതാണ്? ദി ആൻസർ ഇസ് ലൂറിയ-നെബ്രാസ്ക ന്യൂറോ സൈക്കോളജിക്കൽ ബാറ്ററി.
Okay, next question is, which formula is applied to test whose items are scored in dichotomous fashion, such as right or wrong, true or false, etc. Okay. നമ്മൾക്ക് എല്ലാ ഇപ്പോ നമ്മൾ സൈക്കോളജിക്കലി ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ ചിലത് ഡൈക്കോട്ടമസ് ആൻസേഴ്സ് ആയിരിക്കും. യെസ് നോ, എന്താ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവില്ലേ. ഡൈക്കോട്ടമസ്, ഡൈ എന്നാൽ രണ്ട്, ബൈപോളർ ആൻസേഴ്സ് ആയിരിക്കുള്ളൂ. ട്രൂ, ഫോൾസ്, യെസ് നോ, ഡാർക്ക്, ബ്രൈറ്റ്, അങ്ങനെ ഉള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അത്തരത്തിലുള്ളതിനെ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫോർമുല ഏതാണ്? ഓക്കെ, അത്തരത്തിലുള്ളതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല KR20 ഫോർമുലയാണ്. ഓക്കെ, ദാറ്റ് ഇസ് കൂഡർ റിച്ചാർഡ്സൺ ആണ് കേട്ടോ KR എന്നത്, KR20 ഫോർമുല. അപ്പൊ ബാക്കിയുള്ളതെല്ലാം എന്തിനായിരിക്കും? സ്പ്ലിറ്റ് ഹാഫ് ഫോർമുല ഏത് ക്വസ്റ്റ്യൻസിനാണ്? മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. ഇപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്നതെല്ലാം MCQs ആണ്. മൾട്ടിപ്പിൾ ചോയ്സിനെല്ലാം സ്പ്ലിറ്റ് ഹാഫ് ഫോർമുലയാണ് യൂസ് ചെയ്യുക. ദെൻ ക്രോൺബാക്ക് ആൽഫ യൂസ് ചെയ്യുക. മൾട്ടി ഐറ്റം സ്കെയിൽസ്, അതായത് ലൈക്കർട്ട് സ്കെയിൽസ് ഉണ്ടാവില്ലേ, എഗ്രി, ഡിസെഗ്രി, സ്ലൈറ്റ്ലി ഡിസെഗ്രി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഓപ്ഷൻസ് ഉള്ള 5 പോയിന്റ് ലൈക്കർട്ട് സ്കെയിൽസ് അല്ലെങ്കിൽ 10 പോയിന്റ് ലൈക്കർട്ട് സ്കെയിൽസ് ഒക്കെ ഉണ്ടാവില്ലേ, അത്തരത്തിലുള്ള സ്കെയിൽസിനാണ് നമ്മൾ ക്രോൺബാക്ക് ആൽഫ യൂസ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ഇസ് സ്പിയർമാൻ ബ്രൗൺ ഫോർമുല. സ്പിയർമാൻ ബ്രൗൺ ഫോർമുല യൂസ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനെയറിൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിലൊക്കെ വ്യത്യാസം വരുത്തി നമ്മൾ ചെയ്യുമ്പോൾ അതിലെ റിലയബിലിറ്റി നോക്കാൻ വേണ്ടിയിട്ടാണ് സ്പിയർമാൻ ബ്രൗൺ ഫോർമുല യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് ടു കാൽക്കുലേറ്റ് റിലയബിലിറ്റി വെൻ ദ നമ്പർ ഓഫ് ഐറ്റംസ് ഇൻ എ ക്വസ്റ്റ്യനെയർ ഇസ് ചേഞ്ച്ഡ്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ KR20 ഫോർമുലയാണ് കേട്ടോ. സോ നിങ്ങളത് ലിങ്ക് ചെയ്ത് പഠിക്കുക. അതായത് MCQs വരുമ്പോൾ സ്പ്ലിറ്റ് ഹാഫ് ആണ്, ഡൈക്കോട്ടമസ് അല്ലെങ്കിൽ ബൈപോളാർ, ഡൈക്കോട്ടമസ് തന്നെ യൂസ് ചെയ്യുന്ന മറ്റൊരു വേർഡാണ് ബൈപോളാർ എന്നൊക്കെ വരുമ്പോൾ KR20 ആണ് എന്നൊക്കെ ഉള്ളതൊന്ന് എന്തെങ്കിലുമൊക്കെ ഈ വേർഡ്സ് തമ്മിൽ ലിങ്ക് ചെയ്ത് വെക്കുക. Next is A dash test compares an individual's results on the test with the statistically representative sample. ഏത് ടെസ്റ്റ് ആണ് ഇൻഡിവിജ്വലിനെ സ്റ്റാറ്റിസ്റ്റിക്കലി റിപ്രസെന്റേറ്റീവ് സാമ്പിളുമായി കമ്പയർ ചെയ്യുന്നത്? ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ആണോ, റിലയബിൾ ടെസ്റ്റ് ആണോ, വാലിഡ് ടെസ്റ്റ് ആണോ, നോൺ റെഫറൻസ്ഡ് ടെസ്റ്റ് ആണോ? ഇതിൽ ഏത് ടെസ്റ്റ് ആണ് ഒരു ഇൻഡിവിജ്വലിനെ സ്റ്റാറ്റിസ്റ്റിക്കലി റിപ്രസെന്റേറ്റീവ് സാമ്പിളുമായി കമ്പയർ ചെയ്ത് ടെസ്റ്റ് ചെയ്യുന്നത്? സോ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ഇതിന്റെ കറക്റ്റ് ആൻസർ കൊടുത്തിട്ടില്ല. ഇതും ഡ്രോപ്പ് ആണ്. ശരിക്കും ഉള്ള ആൻസർ എന്ന് പറയുന്നത് നോം റെഫറൻസ്ഡ് ആണ് കേട്ടോ. NORM, നോം റെഫറൻസ്ഡ് ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത്. നമ്മളൊരു സൊസൈറ്റിയിൽ നിന്ന് ഒരു സാമ്പിൾ എടുത്ത് നോംസ് ക്രിയേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് നോം കൾച്ചറൽ ഡിഫറൻസ് ഉണ്ടാവും എന്ന് പറയുന്നത്. ഓരോ കൾച്ചറൽ റെപ്രസെന്റേറ്റീവ്സ് അല്ലെങ്കിൽ സാമ്പിൾസിനെ എടുത്തിട്ടാണ് നമ്മൾ നോം ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഒരു ഇൻഡിവിജ്വലിനെ ഒരു റെപ്രസെന്റേറ്റീവ് സാമ്പിളുമായി കമ്പയർ ചെയ്ത് ടെസ്റ്റ് ചെയ്യുന്നതിന് നോം റെഫറൻസ്ഡ് ടെസ്റ്റ് എന്നാണ് പറയുക. ആ ഒരു ഓപ്ഷൻ നമ്മൾക്ക് ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ അവൈലബിൾ അല്ല. സോ ഈ ക്വസ്റ്റ്യനും ഡ്രോപ്പ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഗിവൻ, വീണ്ടും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം A and R അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യൻ വരുമ്പോൾ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് തമ്മിൽ ബന്ധമുണ്ടോ എന്ന് നോക്കണം. ബട്ട് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിൽ ജസ്റ്റ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. When people do not recall their dreams, it is probably because they are secretly trying to forget them. Statement 1 adana, and statement 2 is sleep enables the brain to rest because little brain activity takes place during sleep. So idu endana, true ano false ano, random true ano, random false ano, what do you feel? And the answer is both statement 1 and statement 2 are false. Okay, ഡ്രീംസ് എന്ന് പറയുന്നത് നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്ന മാത്രമൊന്നുമല്ലല്ലോ നമ്മൾ ഡ്രീമിൽ കാണാറ്, അല്ലാത്തതും കാണാറില്ലേ. സോ ഡ്രീമിന് അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ല. ആൻഡ് രണ്ടാമത്തത്, നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ബ്രെയിൻ റെസ്റ്റ് ചെയ്യുകയല്ല, മറിച്ച് നമ്മുടെ ബ്രെയിനിന്റെ ഒരു ദിവസം നടന്ന കാര്യങ്ങൾ കൺസോളിഡേറ്റ് ചെയ്യുക, മെമ്മറി കൺസോളിഡേഷൻ, ഇതെല്ലാം നടക്കുന്നത് ഡ്യൂറിങ് സ്ലീപ്പാണ്. നമ്മൾ സ്ലീപ്പ് ചെയ്യുമ്പോഴും ബ്രെയിൻ ഇസ് സ്റ്റിൽ ആക്റ്റീവ്. ഓക്കെ, നമ്മൾ ഉറങ്ങുമ്പോൾ ബ്രെയിൻ റെസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ. സോ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും ഇവിടെ ഫാൾസ് ആണ്. വീണ്ടും നമുക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് 1, മോസ്റ്റ് എംപയറിക്കലി സപ്പോർട്ടഡ് ട്രീറ്റ്മെന്റ്സ് ആർ സൈക്കോഡൈനാമിക് ഓർ ഹ്യൂമനിസ്റ്റിക്. മോസ്റ്റ് എംപയറിക്കലി സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ റിസർച്ച് ബേസ്ഡ് ഉള്ള, റിസർച്ചിന്റെ സപ്പോർട്ട് ഉള്ള ട്രീറ്റ്മെന്റ് സൈക്കോഡൈനാമിക് ഓർ ഹ്യൂമനിസ്റ്റിക് ആണെന്നാണ് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് RCTS, randomized controlled trials are regarded as the gold standard in psychotherapy. RCTs-നെയാണ് ഗോൾഡ് സ്റ്റാൻഡേർഡ് ഇൻ സൈക്കോതെറാപ്പി എന്ന് ഗോൾഡ് സ്റ്റാൻഡേർഡ് ഇൻ സൈക്കോതെറാപ്പി റിസർച്ച് എന്ന് പറയുന്നു എന്നതാണ് സ്റ്റേറ്റ്മെന്റ് 2. വാട്ട് ഡു യു ഫീൽ ദി ആൻസർ ഇസ്? ഇവിടെ സ്റ്റേറ്റ്മെന്റ് 1 ഇസ് ഇൻകറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഇസ് ട്രൂ. ഓക്കെ,
ഇവിടെ മോസ്റ്റ് എംപയറിക്കലി സപ്പോർട്ടഡ് ട്രീറ്റ്മെന്റ്സ് സൈക്കോഡൈനാമിക് അല്ല, CBT ആണ്. ഓക്കെ, ഏതാണ്? കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി ആണ് ഏറ്റവും എംപയറിക്കലി സപ്പോർട്ടഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഒരു ഇത് RCTS ഗോൾഡ് സ്റ്റാൻഡേർഡ് ഇൻ സൈക്കോതെറാപ്പി റിസർച്ച് ആണ്, ആൻഡ് CBT ഗോൾഡ് സ്റ്റാൻഡേർഡ് ഇൻ സൈക്കോതെറാപ്പി ആണ്. ഓക്കെ, അപ്പൊ ഒരു വേർഡ് മിസ് ആകുമ്പോഴൊക്കെ നമുക്ക് ഡിഫറൻസ് വരും. RCTS റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽസ്, ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ ട്രൂ ആണ്. ഗോൾഡ് സ്റ്റാൻഡേർഡ് ഇൻ സൈക്കോതെറാപ്പി റിസർച്ച് RCTS ആണ്. ഗോൾഡ് സ്റ്റാൻഡേർഡ് ഇൻ സൈക്കോതെറാപ്പി എന്ന് പറയുന്നതും CBT-നെ തന്നെയാണ്. ഏറ്റവും എംപയറിക്കൽ സപ്പോർട്ട് ഉള്ളതും CBT-ക്ക് തന്നെയാണ്. ഓക്കെ, സോ ഹിയർ ദ സ്റ്റേറ്റ്മെന്റ് 1 is false and but statement 2 is true. ഓക്കെ, സോ ഫോർത്ത് ഓപ്ഷൻ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഞാൻ ഇവിടെ കൊടുത്തപ്പോൾ 2 എന്ന് വന്നു പോയേക്കുന്നുണ്ട്. ഓപ്ഷൻ 4 തന്നെയാണ് കേട്ടോ കറക്റ്റ്. സ്റ്റേറ്റ്മെന്റ് 1 is incorrect but statement 2 is true. Then next question, flooding is an method under ഏത് തെറാപ്പിയിൽ വരുന്നതാണ് ഫ്ലഡിങ് എന്ന മെത്തേഡ്? ഫ്ലഡിങ് ഇസ് എ ടെക്നിക്, ഒരു തെറാപ്പിയിൽ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് അല്ലെങ്കിൽ ടെക്നിക് ആണ് ഫ്ലഡിങ്. ഏതിലാണ്? ബിഹേവിയർ ആണോ, കോഗ്നിറ്റീവ് ബിഹേവിയർ ആണോ, ഹ്യൂമനിസ്റ്റിക് ആണോ, ക്ലയന്റ് സെന്റേർഡ് ആണോ? ഓക്കെ, സോ ജസ്റ്റ് ബിഫോർ ദാറ്റ്, ഫ്ലഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികവും ഫോബിയാസിനെ ട്രീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. ഫ്ലഡിങ് ഇസ് ലൈക്ക്, ഫോർ എക്സാമ്പിൾ, എനിക്ക് എട്ടുകാലീനെ അല്ലെങ്കിൽ സ്പൈഡേഴ്സിനെ പേടിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും വേഴ്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ തരാം. അതായത് നേരെ സ്പൈഡറിനെ കൊണ്ട് എന്റെ കയ്യിൽ വെക്കുന്നു, എനിക്ക് ഏറ്റവും കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വേഴ്സ് എക്സ്പോഷർ ആണത്. അതിനുശേഷം അതിനോടുള്ള പേടി കുറക്കാനുള്ള ടെക്നിക്സ് പറഞ്ഞിരുന്നു. സോ ഫ്ലഡിങ് ഇസ് എ മെത്തേഡ് അണ്ടർ ബിഹേവിയർ തെറാപ്പിയുടെ അണ്ടറിൽ വരുന്നതാണ് കേട്ടോ ഫ്ലഡിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് വീണ്ടും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ്മെന്റ് 1, ഇൻ proactive interference, information currently being learned interferes with information already present in memory. Okay, that is proactive interference-ൽ നമ്മൾ ഇപ്പൊ പഠിക്കുന്ന, പുതുതായി പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ പഴയ ഇൻഫർമേഷൻസും ആയിട്ട് ഇന്റർഫിയർ ചെയ്യുന്നു എന്നുള്ളത്. കമ്മിങ് ടു സ്റ്റേറ്റ്മെന്റ് 2, ഇൻ റെട്രോആക്റ്റീവ് ഇന്റർഫറൻസ്, previously learned information interferes with information being learned at present. That is, എന്റെ ഫോൺ നമ്പർ മാറ്റി, പക്ഷെ എനിക്ക് 2 ഡിജിറ്റ്സേ വ്യത്യാസമുള്ളൂ. എന്റെ പഴയ നമ്പർ മൈൻഡിൽ ഉള്ളത് കൊണ്ട് എനിക്ക് പുതിയത് പഠിക്കാൻ പറ്റുന്നില്ല. പഴയ ഒരു ഇൻഫർമേഷൻ ഉള്ളിൽ ഉള്ളത് കൊണ്ട് പുതിയത് പഠിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഇവിടെ പ്രൊആക്റ്റീവ് ഇന്റർഫറൻസിന്റെ ഡെഫിനിഷനും റെട്രോആക്റ്റീവ് ഇന്റർഫറൻസിന്റെ ഡെഫിനിഷനും ആണ് തന്നിരിക്കുന്നത്. ആൻഡ് ദി ആൻസർ ഇസ് രണ്ടും ഫോൾസ് ആണ്, രണ്ടും നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് 1 റെട്രോആക്റ്റീവ് ഇന്റർഫറൻസിന്റെയും സ്റ്റേറ്റ്മെന്റ് 2 പ്രൊആക്റ്റീവ് ഇന്റർഫറൻസിന്റെയും സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ആക്ച്വലി റെട്രോആക്റ്റീവ് ഇന്റർഫറൻസിലാണ് നമ്മൾ പുതിയ പഠിക്കുന്ന കാര്യങ്ങൾ പഴയതുമായിട്ട് ഇന്റർഫിയർ ചെയ്യുന്നത്. ആൻഡ് പ്രൊആക്റ്റീവ് ഇന്റർഫറൻസിലാണ് നമ്മൾക്ക് ഓൾറെഡി ഒരു ലേൺഡ് ഇൻഫർമേഷൻ ഉള്ളത് കൊണ്ട് പുതിയത് പഠിക്കാൻ സാധിക്കാത്തത്. സോ ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും ആക്ച്വലി ഫോൾസ് ആണ്. ഓക്കെ,